വളരെ ടാലന്റഡ് ആയ ഒരു വോളിബോൾ കോച്ചാണ് ഗുൽസൻ. എന്നാൽ ഒട്ടും പേഷ്യൻസ് അവൻ ഉണ്ടായിരുന്നില്ല. അവന്റെ സീനിയർ കോച്ചുമായി ഉണ്ടാവുന്ന ഒരു വഴക്കിൽ തുടങ്ങി കാര്യങ്ങൾ അവന്റെ കൈവിട്ടു പോകുന്നു. അവനെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസിപ്ലിനറി ആക്ഷനായി ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വോളിബോൾ പരിശീലിപ്പിക്കാൻ ഗുൽസനെ നിയമിക്കുന്നു. എന്നാൽ അവനത് വലിയ ഇഷ്ടമായിരുന്നില്ല. അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവർക്കതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്നൊക്കെ ഗുൽസൻ പറയുന്നുണ്ട്. ഗുൽസൻ കുഞ്ഞായിരിക്കുമ്പോൾ അവന് പൊക്കം കുറവായിരുന്നതുകൊണ്ട് അവന് ടീമിൽ ചേർത്തില്ല. അവന്റെ അമ്മ വീണ്ടും കോച്ചിനോട് അവനൊരു ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോൾ ഒരു കോച്ചായി ഇരിക്കുന്നത്. കുറവുകൾ ഉള്ളതുകൊണ്ട് അവരെ മാറ്റി നിർത്തരുതെന്നൊക്കെ അവന്റെ അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്ന് അവൻ കരുതുന്നു. വോളിബോളിന്റെ ബേസിക് കാര്യങ്ങൾ പോലും ആ കുട്ടികൾക്ക് അറിയില്ല. ഗുൽസൻ ആകെ മടുപ്പാവുന്നുണ്ട്. എന്നാൽ പതിയെ ഇവൻ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു. അവർക്ക് അവരുടേതായ കഴിവുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നു. അങ്ങനെ അവൻ അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നു. ആ കുട്ടികൾ പല മത്സരങ്ങളിലും വിജയിക്കുന്നുണ്ട്. കുറെ പ്രതിസന്ധികൾ അവർക്ക് മുന്നിൽ വരുന്നുണ്ടെങ്കിലും അവർ അതെല്ലാം തരണം ചെയ്യുന്നുണ്ട്. നാഷണൽ ഗെയിമിന് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു. അവരുടെ എതിർവശ ടീം എല്ലാവരും നന്നായി കളിക്കുന്നവരാണ്. അവർക്കെല്ലാവർക്കും ഇവരെക്കാൾ പൊക്കവുമുണ്ട്. ആദ്യം ജയിക്കുമോ എന്നുള്ള ഭയം ഇവർക്കുണ്ടെങ്കിലും പിന്നീട് അവർ നന്നായി കളിക്കുന്നു. എന്നാൽ അവർ ആ മത്സരത്തിൽ തോൽക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിൽ സങ്കടമില്ല. അവർ സന്തോഷിക്കുന്നു. ആ ടീമിന്റെ വിജയത്തിൽ അവരും പങ്കുചേരുന്നു. ഇത് കാണുമ്പോൾ ഗുൽസൻ അത്ഭുതം തോന്നുന്നുണ്ട്. താനായിരുന്നു ഒരു മത്സരത്തിൽ തോറ്റതെങ്കിൽ തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അയാൾ ചിന്തിക്കുന്നു. സത്യത്തിൽ ഗുൽസൻ അല്ല ഇവരെ ട്രെയിൻ ചെയ്യാൻ വന്നത്. ഗുൽസനെയാണ് ഈ കുട്ടികൾ മാറ്റിയത്. അവന്റെ ചിന്താഗതികളും ദേഷ്യവും ക്ഷമയില്ലാത്ത സ്വഭാവവും കഴിവുണ്ടെന്നുള്ള അഹങ്കാരവും എല്ലാം മാറുന്നുണ്ട്. അവന്റെ ലൈഫ് ചേഞ്ച് ആവുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന് മൂല്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് പഠിക്കുകയാണ് എന്ന സത്യമാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്.